നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/12/2025 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 184, RSS 5 കിലോ 181, ISNL 20 161 പൈസ, ലാറ്റക്സ് 60% DRC 127 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 175, ലോട്ട് കിലോ 164 രൂപ മുതൽ 169 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 122 പൈസ, 60% DRC ഒട്ടുപാൽ കിലോ 91 രൂപ 88 പൈസ. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 173, ISNL 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 102 മുതൽ 114. ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 172. ഫീൽഡ് ലാറ്റക്സിൽ ഇന്ന് 2 രൂപയാണ് കൂടിയത്. ഇനി 200 ലിറ്റർ ഭാരമുള്ളതിന് 12,040 35%. 25% DRC ഉള്ള 200 ലിറ്റർ ഭാരം 8,600, 30% DRC ഉള്ള 200 ലിറ്റർ ഭാരം 10,320. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് നടത്തുകയുണ്ടായി. കവർട്ട മരങ്ങളും റബ്ബർ ടാപ്പ് ചെയ്യുവാൻ സാധിച്ചു. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,985, 1 പവൻ 95,880. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 13,775, 1 പവൻ 1,04,600. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,806, 1 പവൻ 78,448. ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ 1 പവൻ്റെ മുകളിൽ 320, 1 ഗ്രാമിൻ്റെ മുകളിൽ 40 രൂപയാണ് കൂടിയത്. ഇനി തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, വെളിച്ചെണ്ണ ലിറ്ററിന് 440, കൊപ്ര എടുത്തപടി 198, കച്ചോലം ഉണങ്ങിയത് 500 രൂപ, പിണ്ണാക്ക് സ്പെലർ 41, റോട്ടറി 42, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സേല 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കയർ ഇഴക്കയർ 10, കരിപ്പൊടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 270, കാഞ്ഞിരക്കുരു 1,880, ഗ്രാമ്പു 780, നാടൻ 875, കുരുമുളക് അൺകാർബിൾ കിലോ 691, കുരുമുളക് കാർബിൾ കിലോ 711, കുരുമുളക് പുതിയത് 681, പൈനാപ്പിൾ പച്ച 32, പഴം 35. കുരുമുളക് വയനാടിന് 680, ചേട്ടൻ 670 ആണ്. നമ്മുടെ നാട്ടിലിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഡിസംബർ 9 ഡിസംബർ 11 ആയിരുന്നു. ഫലപ്രഖ്യാപനം 13-ാം തീയതിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണത്തിന് വേണ്ടി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നീക്കം ചെയ്യാത്ത പക്ഷം പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് നീക്കം ചെയ്ത് അതിൻ്റെ ചെലവ് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കി അവരുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുന്നതുമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.